നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. മേടം ലഗ്നക്കാര് നിത്യവും ഈ പറയുന്നത് പോലെ ജീവിതചര്യയിൽ ഈ പറയുന്ന ദേവതകളെ ഭജിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ സർവ്വ ദുഃഖ ദുരിതങ്ങൾക്കും ഒരു പരിധിവരെ ശമനം ലഭിക്കും. അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം, വിജയം കൈവരിക്കാൻ സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ക്രമാനുഗതമായി വന്നുകൊണ്ടേയിരിക്കും. അത് നാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജാതകം അറിയാവുന്നവരാണെങ്കിൽ ജാതകത്തിൽ ല എന്ന് രേഖപ്പെടുത്തി കാണും. അതാണ് ലഗ്നം. ആ ലഗ്നം തൊട്ട് ഒന്ന്, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ 1, 2, 3, 4, 5, ആ അഞ്ചാമത്തെ കാണുന്ന ഭാഗമാണ് ചിങ്ങം, അഞ്ചാം ഭാവം. ആ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനെ നിങ്ങൾ നിത്യവും ഭജിക്കണം. സൂര്യസങ്കല്പത്തിൽ ആണെങ്കിൽ ശിവനെയാണ് ആരാധിക്കേണ്ടത്. ശിവസങ്കല്പത്തിലുള്ള മൂർത്തിയാണ് ആരാധിക്കേണ്ടത്. ഉമാമഹേശ്വര മൂർത്തിയോ വിഷ്ണുമൂർത്തിയോ ആരാധിക്കാം. ഈ പറയുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിയുന്നതും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി ഭഗവാന്റെ തിരുനടയിൽ പോയി ഓം നമഃശിവായ, വേറൊന്നും മന്ത്രം വേണ്ട, ഓം നമഃശിവായ എന്ന ഈ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ 108 ഊര് ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ ആത്മാദോഷങ്ങളെല്ലാം കുറയും. കാരണം ഈ കാലഘട്ടത്തിൽ പല പ്രഗത്ഭരായ ജ്യോതിഷികൾ നിസ്സഹായരായ ആൾക്കാരെ, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധനകാംക്ഷികളായ ജ്യോതിഷികൾ ഈ കാലഘട്ടത്തിലുണ്ട്. നല്ലവരായ ജ്യോതിഷികളുണ്ട്. പക്ഷെ ധനകാംക്ഷികളായ ജ്യോതിഷികൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. കാഴ്ച നാം കാണുന്നു. പത്രപരസ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ കേട്ട അറിവില്ലാത്ത പോലെ യന്ത്രങ്ങളൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് തപാൽ അല്ലെങ്കിൽ കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പരസ്യങ്ങളിൽ. അതിൽ നിങ്ങളൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിത്യവും ചെയ്തു പോന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അതിന് മേടലഗ്നക്കാരി പറഞ്ഞ അഞ്ചാം ഭാവാധിപനായ ചിങ്ങത്തിൻ്റെ അധിപനായ സൂര്യൻ്റെ സങ്കല്പത്തിലുള്ള ശിവഭഗവാനെ നിത്യവും ഭജിക്കുക. ശിവഭഗവാനെ ഭജിക്കുന്നതോടൊപ്പം നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ കടുത്തുരുത്തിക്ക് അടുത്തായിട്ട് സൂര്യദേവന്റെ ക്ഷേത്രമുണ്ട്. ആദിത്യപുരം എന്ന് പറയും. ആ ആദിത്യപുരം ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം പോയി തൊഴാൻ സാധിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞായറാഴ്ചയാണ് സൂര്യദേവനെ ഭജിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസം. അന്ന് ശിവനെയും ഭജിക്കാം. അന്ന് ദിവസം സൂര്യക്ഷേത്രത്തിൽ പോയി അവിടെ രക്തപുഷ്പാഞ്ജലി പ്രധാനപ്പെട്ടതാണ്. അത് നടത്തി ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ആദിത്യ ഹൃദയ മന്ത്രം അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി ഞായറാഴ്ച ദിവസം ജപിക്കണം. അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിലും വീട്ടിലിരുന്ന് കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കൊളുത്തി ഈ ആദിത്യ ഹൃദയം സൂര്യഭഗവാനെ മത്സ്യധ്യാനം ജപിച്ചാലും മതി. ഈ ആദിത്യ ഹൃദയ മന്ത്രം നമ്മൾ രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ യുദ്ധത്തിന് മുമ്പായി ജപിച്ചാണ് നമ്മുടെ രാവണനെ വധിക്കാൻ സാധിച്ചത്. അത്രയ്ക്ക് മഹത്തമായ ഒരു മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. ഇത് നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരും. ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. നല്ലൊരു മാർഗം നമ്മുടെ മനസ്സിൽ തെളിയിച്ചു തരും. അപ്പോൾ ഈ പറയുന്ന ആദിത്യ സ്തോത്രം നിത്യവും, ആദിത്യ ഹൃദയ മന്ത്രം നിത്യവും ജപിക്കണം. അപ്പം മേടലഗ്നക്കാരാണ് ഇത് നിത്യവും ജപിക്കേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ ഓരോ ലഗ്നക്കാരുടെയും ആരാധിക്കുന്ന ദേവതകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ മേടലഗ്നക്കാരുടെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആദിത്യ ഹൃദയം സ്തോത്രം ഞാൻ പറഞ്ഞുതരാം. സന്താപനാശകരായ നമോ നമഃ, അന്ധകരാന്തകരായ നമോ നമഃ, ചിന്താമണി ചിതാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വേകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ,
സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇതാണ് ആദിത്യ സ്തോത്രം, ആദിത്യ ഹൃദയ മന്ത്രം. ഈ മന്ത്രം വളരെയധികം ശക്തിമത്തായ ഒരു മന്ത്രമാണ്. ഭഗവാൻ ത്രേതായുഗത്തിൽ ജപിച്ചൊരു മന്ത്രമാണ്. ശ്രീരാമസ്വാമി ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചാണ് രാവണനെ വധിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ ഈ ആദിത്യ ഹൃദയ മന്ത്രം സാധിക്കും. നിത്യവും ജപിക്കുക. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിഘ്നങ്ങളും അകറ്റി ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. ഒന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങൾ കളങ്കരഹിതമായി ആത്മാർത്ഥമായി ഇത് ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം ഈ പറയുന്ന മന്ത്രം അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഈ ഗായത്രി മന്ത്രം കൂടെ ജപിക്കണം. ഓം ഭാസ്കരായ വിദ്മഹേ മഹാധുരികരായ ധീമഹി തന്നു ആദിത്യ പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രവും നിങ്ങൾക്ക് എത്ര ഒരു വേണമെങ്കിലും ജപിക്കാം. കുറഞ്ഞത് 12 തവണയെങ്കിലും ജപിക്കണം. പിന്നെ മാണിക്യമാണ് നിങ്ങൾ രത്നമായിട്ട് ധരിക്കേണ്ടത്. അത് നിങ്ങൾ ജാതകം നല്ലോണം പരിശോധിച്ച ശേഷം മാത്രമേ മാണിക്യം ധരിക്കാവൂ. അതിന് ചെറിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചിലർക്ക് ധരിച്ചു കഴിഞ്ഞാൽ അത് വിപരീതമായി റിയാക്ഷൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് മാണിക്യം ധരിക്കാൻ പറ്റുമോ നോക്കുക. അതിനുശേഷം മാത്രമേ ധരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുടങ്ങാതെ നിത്യവും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ മൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ജപിക്കുക. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തുക. ഈ പറയുന്ന ആദിത്യ സ്തോത്രം, ആദിത്യ ഹൃദയ മന്ത്രം, ഈ ആദിത്യ ഗായത്രി നിത്യം ജപിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം, ഐശ്വര്യപൂർണ്ണമാവും നിങ്ങളുടെ ജീവിതം. ഈ പറയുന്ന കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി ചെയ്തു പോരുക. മുടങ്ങരുത്. ചില കാര്യങ്ങൾ ചിലപ്പം പുലവാലായ്മയൊക്കെ വരുമ്പോൾ മുടങ്ങിയാലും പ്രശ്നമില്ല. നിങ്ങൾ തുടർച്ചയായി ചെയ്തു പോരുക. സ്ത്രീകൾക്കാണെങ്കിൽ ചിലപ്പം ആർത്തവ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് 7 ദിവസം നിങ്ങൾ ഹോമം ഒന്നും ചെയ്യരുത്. അതിനുശേഷം മാത്രം നിങ്ങൾ ജപിക്കുക. നിങ്ങൾ നിഷ്കളങ്കമായ ഭക്തിയോടെയും ആത്മാർത്ഥമായ വിശ്വാസത്തോടെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലം സുനിശ്ചിതമായിട്ട് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു.